ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ കാർഡ് ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന് ഒരു പ്രസൻറ്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാർഡാണ്. നോക്കാം നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കളേഴ്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് മൂന്നായിട്ടൊന്ന് മടക്കാം. 3 ഭാഗമായിട്ട് ഇങ്ങനെ മടക്കുക. ഒരളവിൽ തന്നെ മടക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഭാഗത്ത് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ സെൻറ്റർ പോർഷനിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും ചെയ്യാം. ഇനി വേറൊരു കളറിലെ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുക. 4 എണ്ണമാണ് വേണ്ടത് നമുക്ക്. എന്നിട്ട് ഇതുപോലെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. 2 എണ്ണം വീതം ഒട്ടിക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒട്ടിച്ച ശേഷം ബാക്കി കുറച്ച് ഭാഗം കാണാം, കുറച്ച് ഇങ്ങനെ നീണ്ടിങ്ങനെ നിൽക്കുന്ന കാണാം. അത് ബാക്കിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. കണ്ടില്ലേ, കുറച്ച് ഭാഗമേ ഉള്ളൂ. അതിങ്ങനെ മടക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പീസിൽ നമുക്ക് ഒരു സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ നല്ലത്. ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്യാം. വീണ്ടും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ കുത്തിട്ട് കൊടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് മേശയുടെ വലിപ്പമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്ലൈനും സെൻറ്ററിൽ ഓരോ കുത്തൊക്കെ കൊടുത്തത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പറാണ്. അത് 2ആയിട്ട് മടക്കി എടുത്തിരിക്കുകയാണ് കാർഡിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് എടുക്കാം. ഏത് കളർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേപ്പറിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്കിപ്പോൾ കാണുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഒട്ടിച്ച ശേഷം നോക്കുമ്പോൾ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ബ്ലാക്ക് കളറിലെ പേപ്പറാണ് വേണ്ടത്, ബ്ലാക്ക് ബോർഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളറിലെ ഒരു പീസ് കട്ട് ചെയ്ത ശേഷം അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറിലെ പേപ്പർ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ. പിന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് ബോർഡ്. അടുത്തത് വന്നിട്ട് ഒരു ബുക്സാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് ആ ടേബിളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കളറിലെ പേപ്പറിൽ ഇതുപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാണ്. ലൈറ്റ് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് എടുത്തത് കേട്ടോ.
നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും എഴുതിയിരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ചെറിയ കുത്തുകളിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ടേബിളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഇതുപോലെ 2 കളർ പേപ്പേഴ്സ് ഞാൻ എടുത്തു. എന്നിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഞാൻ ഒട്ടിച്ചു. അതിനുശേഷം നമുക്ക് ഈ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ്, യെല്ലോയും ബ്ലൂവും. പിന്നെ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് കാർഡൊക്കെ ഒന്ന്. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തത് നമുക്ക് വിഷസ് എഴുതി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേപ്പർ ഒട്ടിച്ചു കൊടുത്തത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള വിഷസ് നമുക്ക് എഴുതാം കേട്ടോ. ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതുന്നില്ല. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തുള്ള ഡെക്കറേഷൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അതിന് പകരം മുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പിടിപ്പിക്കാം. പിന്നെ ലീവ്സ് ആണ്. അത് ഇതുപോലെ തന്നെ ഗ്രീൻ കളറിലെ പേപ്പർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ കത്രിക വെച്ചിട്ട് മടക്കി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ കുറേ എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്, യെല്ലോയും ഓറഞ്ചും. അപ്പോൾ ഈ 2 കളേഴ്സാണ്. എന്നിട്ട് നമുക്ക് ഈ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഈ ഫ്ലവേഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്രീറ്റിങ്സ് എഴുതാം. ഞാനിപ്പോൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് കേട്ടോ എഴുതുന്നത്. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഗ്രീറ്റിങ്സ് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിറ്റർ ഗ്ലൂ ആണ്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഗ്ലൂ വരും. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഗ്ലിറ്റർ കൂടി ഉണ്ടാവും ആ ഒരു ഗ്ലൂ വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഞാൻ എഴുതി കൊടുത്തു. ഇനി കുറച്ച് നേരം ഇത് വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ഉണങ്ങി ആ ഗ്ലിറ്റ് മാത്രമായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കാർഡ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.